അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം. ഉം. സത്യം സത്യം. മോനെ എന്നാ തൽക്കാലമേ വർഷയുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അവളവിടെ ഒറ്റയ്ക്കല്ലേ, പോരാത്തതിനിപ്പോൾ വയറ്റ് എണ്ണി. അമ്മയ്ക്ക് ഇവിടെ എന്താ കുറവ്? എടാ അതല്ലടാ, ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്ന വർഷമോൾക്ക് അതൊരു സഹായമായിരിക്കില്ലേ? കൊച്ചു പെണ്ണല്ലേ അവള്. ഈ അവസ്ഥയിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ പ്രായമായവരല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്മേ, അത് മാധവൻ പറഞ്ഞ പോലെ വൃദ്ധസദനത്തിലേക്കുള്ള പോക്കൊക്കെ ഞാൻ മറന്നു. ആരും എതിർപ്പൊന്നും പറയണ്ട, നിങ്ങളെ കിടന്നുറങ്ങാൻ നോക്ക്. എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഭഗവാനെ. ആ ഏയ് പാർട്ടിയൊക്കെ നടത്താം, അതൊന്നും ഒരു പ്രശ്നമല്ല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ കല്യാണം. ആ ഹലോ വിശ്വാസേ, നീ ഫോൺ വെക്കേ, ഞാൻ പിന്നെ വിളിക്കാം. നോക്ക് നോക്ക് ഹരിത, വീട്ടില്ല ഞാൻ. അവിടെ നിക്ക് നിക്ക. എന്തേ കളിക്കുന്നു? ഹരിത എവിടെ നിൽക്കുന്നു? നിക്കവിടെ, അടങ്ങി നിക്ക്. ഹരിത അവിടെ നിൽക്കുന്നു. ആക്ടിങ് ആക്ടിങ് ആക്ടിങ്, അഭിനയം അഭിനയം ആക്ടിങ്. എന്താ ഇത് ജഗ, വിട്. നിന്റെ ഈ മുടിക്കൊക്കെ എന്തൊരു മണോ. ആഹാ. ജഗ, ഈ സാരി എത്ര ഉടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. ഈ പ്ലേറ്റ്സ് ഒന്ന് പിടിച്ചിട്ട് തന്നെ. പിന്നെന്താ, എന്റെ കിട്ടുള്ളൂ സുന്ദരിയായിരിക്കേണ്ടത് എന്റെ ഇഷ്ടമല്ലേ? എവിടെ? ആ ഇങ്ങനെ മതിയോ? അതുകൂടി. ആ
ഓക്കെ ആണോ? ശരിയായോ? വന്ദന ഏത് സാരി ഉടുത്താലും എന്ത് ഭംഗിയാ കാണാൻ. സുന്ദരി കുട്ടിയാ. ഉം. അയ്യോ, ഓ, അയ്യോ, ഓ, അയ്യോ, അയ്യോ, ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അല്ല വന്ദനെ, നിന്നെ എന്താ എനിക്ക് എത്ര സ്നേഹിച്ചിട്ട് മതിയാവാത്തത്? അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും പിരിക്കാൻ പറ്റില്ല. ജഗാ, ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ ആവാം. എന്തേതോ ഉറക്കെ പറയല്ലേ, പതുക്കെ പറഞ്ഞാ പോരെ. ഹരിത കേക്കണ്ടേ? ആക്ടിങ്. ഉറക്കെ പറഞ്ഞു. ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ വരാം എന്ന് വെച്ച് കരളിൽ പതിഞ്ഞതിനെ പറിച്ചു കളയാൻ ഒരു പെണ്ണിനും കഴിയില്ല. ആണിനും അതെ ബന്ധു. അതെ, ഇന്നേ എന്റെ മുത്തിന്റെ മുടി ഞാൻ പിന്നിട്ട് തരാം. വേണ്ട, പിന്നെ ജഗന് മുടിയൊക്കെ പിന്നാൻ അറിയോ? അറിയില്ല. പിന്നെ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? ഈ ജഗന്റെ ഒരു കാര്യം. എന്റെ ബന്ധുവിന്റെ ഒരു കാര്യം. മതി അഭിനയിച്ചത്. ഹരിതയൊക്കെ പോയി. ഇത്ര പെട്ടെന്ന് പോയാ? അതെന്താ? അല്ല, നമ്മുടെ റൊമാൻസ് കൂടുതലായിട്ട് കണ്ടാലേ അവൾക്ക് ഒരു ഇത് വരും. അവളെ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് ജഗൻ ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. ഞാനാ ടൈപ്പൊന്നും അല്ല. ഞാനേ ഡീസന്റാ, വെരി ഡീസന്റ്. അവിവേകമായി അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഈ ജഗനെന്ന് പറയുന്ന വന്ദനയുടെ ഭർത്താവ് വന്ദനയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി. അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും പിരിക്കാൻ പറ്റില്ല. എന്താ ചെയ്യുന്നത്? എന്താ? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? വാ 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 വാ, ഇങ്ങോട്ട് വാ വാ.
ഹരിത നിൽക്കുന്നേണ്ട. വന്ദനേ, ഹരിത ഇപ്പം മനോജനെ വിളിക്കും. ഏയ് എനിക്ക് തോന്നുന്നില്ല. ഹരിത മനോജനെ വിളിക്കുന്നു. ഇനി വാ, നമുക്ക് അവരുടെ സ്വകാര്യതയിൽ നിൽക്കണ്ട. അല്ല, കുറച്ചുകൂടെ നിന്ന് നോക്കിയിട്ട് പോവാം. വേണ്ടെന്നല്ലേ പറഞ്ഞ? അവര് തമ്മിൽ സംസാരിക്കട്ടെ. പോലെ മാറ്. വന്ദന, അവർ നല്ലൊരു ചാൻസ് ആയിരുന്നു സെറ്റാകാൻ. അത് നശിപ്പിച്ചു. ഹലോ ഹരിതേ. മനോജ്, എടാ എന്തായി നിന്റെ തീരുമാനം? അതെന്താ ഹരിതേ നീ അങ്ങനെ ചോദിച്ചത്? മനോജ്, നിന്റെ തീരുമാനം എനിക്ക് അറിയണം. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നിനക്ക് ഉദ്ദേശം ഇല്ലെന്നാ ഞാൻ ചോദിച്ചത്. നിനക്ക് എപ്പോ വേണേ ഇങ്ങോട്ട് വരാലോ. അത് പറ്റില്ല. മനോജ് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോണം. ഹരിതേ, ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അത് റെഡിയാക്കിയിട്ട് നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വരാൻ എന്റെ ഐഡിയ. ജോലിയും കൂലിയില്ലാതെ ഞാൻ അങ്ങോട്ട് വന്ന നിന്റെ അച്ഛൻ നിന്നെ എന്റെ കൂടെ അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണ്ട് പ്രേമിച്ചോണ്ട് നടക്കുന്ന സമയത്ത് നീ കാണിച്ച ധൈര്യം നിനക്കിപ്പോ ചോർന്നു പോയോ? അതോ നീ ധൈര്യം ഇല്ലാത്തവനായിട്ട് അഭിനയിക്കുവാണോ? എന്റെ അവസ്ഥ നിനക്കറിയാലോ. നിന്റെ അവസ്ഥ ആരെക്കാളും നന്നായിട്ട് എനിക്കാണ് അറിയാവുന്നത്. വീണ്ടും കടബാധ്യതയും തൊഴിലില്ലായ്മയും പറഞ്ഞ് മുന്നോട്ട് വരരുത്. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. എനിക്ക് ആവശ്യം മനോജിന്റെ സ്നേഹവും കരുതലുമാ. ഈ ജന്മം എനിക്കത് മതി. എനിക്കതൊന്നും അറിയണ്ട. നീ എന്നെ വന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോയേ പറ്റൂ. ഞാൻ ഫോൺ വെക്കുവാ. ഹലോ. താപം. മാധവൻ നായരുടെ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് വന്ന വിരഹിണിക്ക് തിരിച്ചു പോയിക്കോളാം വയ്യത്രേ. എല്ലാം ശരിയാക്കി തരാൻ ഞാൻ. വന്ദനേ, ഹരിതയെ വിളിച്ചത് മനോജിനെ തന്നെ ആയിരിക്കുമെന്നല്ലേ വന്ദനയുടെ സംശയം? അതെ, ഹരിതയുടെ സ്വഭാവം അനുസരിച്ച് മനോജിനെ വിളിക്കാൻ സാധ്യത കുറവാ. വന്ദനയ്ക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഹരിതയെ വിളിച്ചത് മനോജിനെ തന്നെയായിരുന്നു ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ അവിടെ നിന്ന് വരത്തുള്ളായിരുന്നു. സാരമില്ല, ഹരിതയെ വിളിച്ചത് വന്ദനയുടെ അനിയൻ മനോജിനെ തന്നെയാണെങ്കിൽ അതിനുള്ള തെളിവ് താനെ വന്നോളും. അതെങ്ങനെ? ചാത്തന്മാര് കൊണ്ടുവരും. ചാത്തന്മാരോ? ചാത്തസേവൻ തുടങ്ങിയോ? തുടങ്ങാതെ പറ്റില്ലല്ലോ. ജഗ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോവരുത്. അപകടം സ്വയം വിളിച്ചു വരുത്തും. എന്തപകടം? ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കി. അത് ഒരു സാഹസം പിടിച്ച പണിയായിരുന്നു.
അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരുങ്ങിയതുവാ. പക്ഷേ എൻ്റെ നല്ല മനസ്സ് കാണാൻ നിനക്ക് പറ്റിയില്ല. നീ എന്ന് മനസ്സ് മാറി എന്നെ സ്നേഹിക്കുന്നു, അന്ന് വരെ നിനക്ക് വേണ്ടി ഈ ജഗം കാത്തിരിക്കും. അത് മരണം വരെയും. ഇപ്പൊ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. മനോജ് ഹരിതയല്ലേ? അതാണല്ലോ ഞാൻ പറഞ്ഞത്, തെളിവ് ചാത്തന്മാർ കൊണ്ടുവരുമെന്ന്. ആ ദേ തെളിവെത്തിയല്ലോ. മനോജ. ഹലോ ചേച്ചി, ഇപ്പൊ എന്നെ ഹരിത വിളിച്ചിരുന്നു. ഹരിതയെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നാ ഹരിത പറഞ്ഞത്. മനോജ് എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്കിതുവരെ ജോലി ആയില്ലല്ലോ ചേച്ചി. ജോലിയും വരുമാനം ഇല്ലാതെ ഹരിത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ ഇനിയും കൂടത്തല്ലേ ഉള്ളൂ. അപ്പോ ഹരിതയെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലെന്നാണോ നീ പറയുന്നത്? അല്ല ചേച്ചി, ഒരു ജോലി കണ്ടെത്താനുള്ള സാവകാശം തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഹരിത ഇത് കേൾക്കുന്ന മട്ടില്ല. ജോലിയുള്ളപ്പോഴല്ലോ നീ ഹരിതയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. അപ്പോഴത്തെ അവസ്ഥ അല്ലല്ലോ ചേച്ചി ഇപ്പോ ഉള്ളത്. അന്ന് അച്ഛന്റെ വരുമാനത്തിൽ കഴിയാന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോ അതില്ല. അപ്പോ ജോലിയാണ് നിന്റെ പ്രശ്നം. ഇതാ ഹലോ അളിയ, ഞാനാ. അളിയ, ഹരിതയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ജോലി കിട്ടുന്നവരെ കാത്തിരുന്ന അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഹരിതയുടെ ജോലി കൂടി ഇല്ലാതായ സ്ഥിതിക്ക് മനോജിനൊരു ജോലി അത്യാവശ്യമാണെന്നറിയാം. എന്നാലും ഹരിതയെ എത്രയും വേഗം ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. അറിയാം. പക്ഷേ യാതൊരു വരുമാനവും ഇല്ലാതെ. അളിയ, ഞാൻ എനിക്കൊരു ജോലി അന്വേഷിച്ച് നടക്കാം. അതിന്റെ കൂട്ടത്തില് അളിയനും കൂടി ഒരു ജോലി നോക്കാം. തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ജോലി അത് നമുക്ക് ശരിയാക്കാന്നേ. എന്റെ പൊളിറ്റിക്കൽ പവർ വെച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആദ്യം അളിയനൊരു ജോലി, അത് ശരിയാക്കാൻ എന്നാൽ കഴിയുന്നവരെ ഞാൻ ശ്രമിക്കും. താങ്ക് യു അളിയ. എന്നാ അളിയൻ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ശരി അളിയ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. രണ്ടുപേരെയും ഒന്നിപ്പിച്ച മാത്രം പോരാ, അവർക്ക് ജീവിക്കാനുള്ള ഒരു ജോലി കൂടി കണ്ടെത്തി കൊടുക്കണം. അതിനെങ്ങനെയാ? ഇവിടെ ഒരാൾക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. അല്ല, അതും ചാത്തം കൊണ്ടുവരും. ശരിക്കും? ശരിക്കും. ഇല്ലെങ്കിൽ നീ കണ്ടോ. നോക്കി കണ്ടൊക്കെ സാധനം ഇറക്കിക്കൊള്ളണം. പാറ കഴിഞ്ഞ തവണ വന്നതുപോലെ ആവരുത്. ഒരു ലോഡ് എന്ന് പറഞ്ഞാലേ അര ലോഡ് ആകരുതെന്ന്. പാറ ലോറി നിറയെ ഗ്യാപ്പില്ലാതെ കുത്തി നിറയ്ക്കണം. ഇടയിൽ നിറയ്ക്കണമെന്ന്, ഫില്ല് ചെയ്ത് നിറയ്ക്കണമെന്ന്. ഡോറിന്റെ കട്ടിലെല്ലാം പ്ലാവിന്റെ നോക്കിയെടുത്താ മതി. ദേ വെള്ളയുണ്ടോന്ന് നോക്കിയെടുക്കണം. പിന്നെ മുൻവശത്തെ ഡോറ് തേക്ക് മതി. കേക്കലട പൊട്ട, തേക്ക് തേക്ക്. ആ അഡ്വാൻസ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ടൈൽസോ?
വീട് പണി കഴിഞ്ഞ് അവസാന ഘട്ടത്തിലല്ലടാ ടൈൽസ് പതിപ്പിക്കുക. ആ, അത് സമയമാകുമ്പോ ഞാൻ തന്നെ പോയി നോക്കിയെടുത്തോളാം. അവന്റെ ടൈൽസ് കത്തിയാണെങ്കിൽ ആയിക്കോട്ടെ, 16 അടുത്തുനിന്ന് കൊട്ടേഷൻ എടുത്തിട്ടേ ഞാൻ ടൈൽസ് വാങ്ങിക്കൂ. ആ, പറ്റിങ്ങിലേ അടുത്ത വ്യാഴാഴ്ച തൊട്ട് പണി തുടങ്ങാം. ആ ശരി. പണം ഉണ്ടാക്കുന്നതല്ല, ഇവന്മാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതാ പാട്. ഓ, ഇന്നലെ ഞങ്ങളുടെ മുറിയിലെ ഒരു കള്ളം കയറി.